ആടാ ഞാൻ ഇവിടെ എത്തി. അളിയാ പോസ്റ്റാക്കല്ലേ? ആ മെലിസ എനിക്ക് സംസാരിക്കണം. മെലിസ എനിക്ക് സംസാരിക്കണം. മെലിസ പോവാം. ആ നീ എത്തിയോ? ആ പോവാം. ഓ അറിയാൻ വയ്യാതിട്ട് ചോദിക്കാം. നീ എന്താ ആളെ വിളിച്ച് കളിയാക്ക? വേഗം വാടാ. ചത്ത മെലിസ എനിക്ക് സംസാരിക്കണം. മെലിസ എനിക്ക് സംസാരിക്കണം. പോവാം വിട്ടോ. ആ എടാ എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. ഇത് പറഞ്ഞു തരണേ. ആ എടാ നീ ഒരു കാര്യം ചെയ്യും, നേരെ പോയിട്ട് ആ ലെഫ്റ്റ് എടുത്തു. നേരെ പോയിട്ട് ലെഫ്റ്റ്. ആ ലെഫ്റ്റ്. ഓക്കെ. നീ ആ കടയുടെ സൈഡിലൊന്ന് ചവിട്ടണേ. ആ ഫ്രണ്ട് ഇവിടെയാ സിഗരറ്റ് വാങ്ങാനാണോ? എടാ 2 സെക്കൻഡ്. എന്തുവാണ് പടം ഇപ്പൊ തുടങ്ങൂടാ? ദേ വന്ന് ചേട്ടാ ഒരു പാക്കറ്റ് കിങ്സ് എത്ര ചേട്ടാ? 170. എന്ത് പറ്റിയടാ? നീ എന്താ കിതക്കണേ? ഡാ നീ ഓക്കെ അല്ലേ? വാ ഈ ജാക്കറ്റ് ഹെൽമെറ്റ് ഇട്, എന്നിട്ട് പോവാ. വാടാ സമയമായി പോവാം. വാടാ വണ്ടിയില്ല എടുത്തു വാ. എടാ കുറെ നേരമായല്ലോ. ഇത് എങ്ങോട്ടാ? എടാ ദേടാ അടുത്ത ലെഫ്റ്റ്, നേരെ പോയിട്ട് അടുത്ത ലെഫ്റ്റ്. കുറെ ആയാലും നീ ലെഫ്റ്റ് എന്ന് പറയണത്. എടാ ലാസ്റ്റ് ലെഫ്റ്റ്. എവിടെ നോക്കിട്ടാ കാറിന് ഫ്രണ്ടിൽ ഒന്ന് നിർത്തണേ. ഇത് നിന്റെ വീട് തന്നെയല്ലേടാ? എടാ നീ എത്തിയാ? എടാ 2 മിനിറ്റ്. കിച്ചു നീ എവിടെയുണ്ട്? ഞാൻ ഇപ്പൊ വരാം. ജോണേ ആ കേറി വേടാ. വാടാ. ആ അളിയാ കേറിയിരിക്കെ. ആ എന്താടാ പതിവില്ലാത്തൊരു ഫോൺ വിളിയും ഇടിച്ചു കയറിയുള്ള വരവൊക്കെ? എടാ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നീ പറ. ഞാനിപ്പോൾ അതെങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല.
നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ചില കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയി വരുന്നത്. നിനക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയാവോ? റിപ്പീറ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇതെന്താ, നിന്റെ സിനിമയ്ക്ക് വല്ലതും വേണ്ടിയിട്ടുള്ളതാണോ? അത് ഞാൻ പറയാം. എന്നാ വാ, നമുക്ക് അപ്പുറത്തോട്ടിരിക്കാം. നീ ആ കസേരയും എടുത്തോ. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നിനക്കിത് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ പ്രസന്റ് ടൈം ലൈനിന് പാരലായിട്ട് വേറെയും കുറേ ടൈം ലൈനുകളുണ്ട്. ഈ ടൈം ലൈനുകൾ തമ്മിൽ കണക്റ്റ് ആവാൻ ചില റെയർ ചാൻസസ് ഉണ്ട്. ഞാൻ നിനക്ക് ഒന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിപ്പോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ലൈൻ ആണെന്ന് വിചാരിക്കും. ഇതിനെ നമുക്ക് എ എന്ന് വിളിക്കാം. ഇതിന് പാരലായിട്ട് മൾട്ടിപ്പിൾ ടൈം ലൈൻസ് ഉണ്ടായിരിക്കും. നമുക്കിതിനെ ബി, സി, ഡി എന്ന് വിളിക്കാം. ഈ ടൈം ലൈനിൽ നിന്ന് നീ വേറൊരു ടൈം ലൈനിലോട്ട് എത്തിപ്പെട്ടേക്കാം. ഇപ്പോൾ നീ എ എന്ന് സിയിലോട്ട് എത്താം. ഇതിനെടുക്കുന്ന സമയം 10 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 AM വിചാരിക്കുക. ഇതിൽ നീ 10 മിനിറ്റ് സഞ്ചരിച്ചതിന് ശേഷമാണ് സി എന്ന ടൈം ലൈനിൽ എത്തിപ്പെടുന്നത്. പക്ഷേ ഈ സി എന്ന ടൈം ലൈൻ ബിഗിൻ ചെയ്യുന്നത് വീണ്ടും 10 AM അതേപോലെ തന്നെ ചിലപ്പോൾ നീ സി എന്ന ടൈം ലൈനിൽ നിന്ന് ബി എന്ന ടൈം ലൈനിൽ എത്തിപ്പെട്ടേക്കാം. പക്ഷേ ഇതിനെടുക്കുന്ന സമയം 20 മിനിറ്റ് ആണെന്ന് വെക്കുക. ആ 20 മിനിറ്റ് സമയം സി എന്ന ടൈം ലൈനിൽ സഞ്ചരിച്ചതിന് ശേഷമാണ് ബി എന്ന ടൈം ലൈനിൽ എത്തിപ്പെടുന്നത്. ഇവിടെ വീണ്ടും ടൈം ലൈൻ ബിഗിൻ ചെയ്യുന്നത് 10 AM ഇങ്ങനെ 10 AM എന്നുള്ള ബിഗിനിങ്ങിലോട്ട് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ലൂപ്പ് എന്ന് വിളിക്കാം. ഇതാണെന്ന് തോന്നുന്നു നീ ഉദ്ദേശിച്ച സബ്ജക്റ്റ്. അപ്പൊ ഇതിനൊരു അവസാനമില്ലേ? ഇതിന്ന് എങ്ങനെ പുറത്തു വരും? നോർമലി ഇതൊരു ടൈം റിലേറ്റഡ് ഒബ്ജക്റ്റ് നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ക്ലോക്ക്, വാച്ച്, മൊബൈല്, അങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെ വരുമ്പോൾ ആ ഒബ്ജക്റ്റ് നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്ക് ഇതിന്ന് പുറത്തിറങ്ങാൻ പറ്റും. പക്ഷേ അതൊരു വ്യക്തിയാണെങ്കിൽ അത് ഇത്തിരി പാടായിരിക്കും. ഇനി അതിൽ നിന്നും നീ എങ്ങനെയെങ്കിലും ഇറങ്ങി വന്നാലും നീ വേറെ ലൂപ്പിൽ പെട്ടുപോവാൻ സാധ്യതയുണ്ട്. എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പോയിട്ട് വരാടാ. നീ നിക്ക്, എന്താ കാര്യം? ഞാൻ പോയിട്ട് വരാം. ഡാ എടാ ജോണെ, നീ എന്താന്ന് പറഞ്ഞിട്ട് പോ. ഞാൻ പറയാം. എടാ പറഞ്ഞിട്ട് പോ. ഞാൻ വിളിക്കാം തന്നെ. എവിടെ നോക്കിട്ടാ? എന്ത് പറ്റിയടാ? നീ എന്താ കിതക്കണേ? ഒന്നുമില്ല. ഡാ, നീ ഓക്കെ അല്ലേ? വാ, ഈ ജാക്കറ്റ് ഹെൽമെറ്റ് ഇട്, എന്നിട്ട് പോവാ. എടാ അവിടുന്ന് ലെഫ്റ്റ് ആണേ. എടാ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ഇതൊരു ടൈം റിലേറ്റഡ് ഒബ്ജക്റ്റ് നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ക്ലോക്ക്,
വാച്ച്, മൊബൈല്, അങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെ വരുമ്പോൾ ആ ഒബ്ജക്റ്റ് നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്കിതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. ജോണേ, ഏയ് ജോൺ, ഡാ ജോൺ, ജോൺ, ജോണേ, ഡാ ജോൺ, 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 ഹേ ജോൺ, ജോണേ, ജോൺ, ജോണേ, ഏയ് ജോൺ. എടാ എണീക്കടാ. നിന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നല്ല ജോലിയും മേടിച്ച് കല്യാണവും കഴിഞ്ഞ് പിള്ളേരായിട്ട് സുഖമായി ജീവിക്കുന്നു. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ സിനിമ എന്നും പറഞ്ഞുകൊണ്ട്? ഒരാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്ന് കരുതി ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാണ്ടാവോ പിള്ളേര്? നീ കേൾക്കുന്നുണ്ടോ വല്ലതും? 1 കൊല്ലം കൂടെ സമയം തരും. അതിനുള്ളിൽ എന്തെങ്കിലും ആയില്ലെങ്കിൽ അങ്ങ് പോയിക്കോണം അച്ഛൻ്റെ അടുത്ത് ദുബായിലേക്ക്. അപ്പ കിടന്നങ്ങാനും കണകുണാന്ന് പറഞ്ഞാലാണ് എൻ്റെ വിധം മാറാൻ പോകുന്നത്. ഇതൊക്കെ ആരോട് പറയാനാണാവോ? നിന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നല്ല ജോലിയും മേടിച്ച് കല്യാണവും കഴിഞ്ഞ് പിള്ളേരായിട്ട് സുഖമായി ജീവിക്കുന്നു. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ സിനിമ എന്നും പറഞ്ഞുകൊണ്ട്? ഒരാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്ന് കരുതി ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാണ്ടാവോ പിള്ളേര്? നീ കേൾക്കുന്നുണ്ടോ വല്ലതും? എന്തിനാ അമ്മയെ പറഞ്ഞ എന്നെ വീണ്ടും വീണ്ടും പറയണേ? 1 കൊല്ലം കൂടെ സമയം തരും. അതിനുള്ളിൽ എന്തെങ്കിലും ആയില്ലെങ്കിൽ അങ്ങ് പോയിക്കോണം അച്ഛൻ്റെ അടുത്ത് ദുബായിലേക്ക്. ഓ, അപ്പ കിടന്നങ്ങാനും കണകുണാന്ന് പറഞ്ഞാലാണ് എൻ്റെ വിധം മാറാൻ പോകുന്നത്. ഹലോ. എടാ 4:30 കേട്ടോ ഷോ. നീ 4 മണിക്ക് തന്നെ എൻ്റെ വീട്ടിലെത്തില്ലേ? ഓക്കെ.